വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ. ന്യൂസ് ട്രാക്കിൽ നമ്മൾ ആദ്യം പോകുന്നത് അങ്കമാലിയിലെ ആ കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച വാർത്തകളിലേക്കാണ്. ഏറെ പ്രതീക്ഷാ നിർഭരമാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. ആ കുഞ്ഞ് കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു, പാല് കുടിച്ചു, വെള്ളം അതിന് കുടിക്കാൻ കഴിയുന്നുണ്ട്. ആ കുഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. ഇപ്പോൾ ആശുപത്രി അധികൃതരും ആ കുട്ടിയെ ചികിത്സിക്കുന്ന ആശുപത്രി അധികൃതരും അതേ പ്രതീക്ഷ തന്നെ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്കാണ് ആദ്യം പോകേണ്ടത്. അതിനു മുമ്പ് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ചില വെളിപ്പെടുത്തലുണ്ട്. ഇന്ന് ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹികൾ ആ അമ്മയെ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഈ അച്ഛൻ എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാന പ്രതി നിരന്തരമായി ആ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം ആ സ്ത്രീയെയും ഈ കുഞ്ഞിൻ്റെ അമ്മയെയും അയാൾ ഉപദ്രവിച്ചിരുന്നു, കാര്യമായി ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷമാണ് കുഞ്ഞിനെ അയാൾ എടുത്തെറിഞ്ഞത്. അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മ പറയുന്നത് അവരുടെ സ്വന്തം നാടായ നേപ്പാളിലേക്ക് അവർക്ക് മടങ്ങിപ്പോകണമെന്നാണ്. ഇയാളുമായുള്ള ജീവിതം അവർക്ക് താല്പര്യമില്ല എന്നും പറയുന്നു. നമുക്ക് ആദ്യം ആ അമ്മയുടെ പ്രതികരണം കേൾക്കാം. അതിനുശേഷം കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും. अभी तो मैं उसके साथ नहीं रहना चाहती हूँ. अगर मैं फिर भी उसके साथ बैठा तो वो कब मारेगा मुझे मालूम नहीं. वापस जाना है नेपाल? हाँ, मैं वापस जाना चाहती हूँ. സഹിൻ, നമ്മൾ കേട്ടു അമ്മ ഈ വീട്ടിലെ ക്രൂരതകൾ സംബന്ധിച്ച്, കുഞ്ഞിന് നേരിടേണ്ടി വന്ന ക്രൂരതകൾ സംബന്ധിച്ച് വിശദമായി അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കേട്ടിരുന്നു. അത് പോലീസ് അത് നോക്കട്ടെ. നമുക്ക് ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളാണ് അറിയേണ്ടത്. പ്രതീക്ഷ നൽകുന്ന നല്ല വാർത്തകൾ ആശുപത്രിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. സഹിൻ, രാവിലെ മുതൽ പറയൂ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ, പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് കുട്ടിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടി കണ്ണുകൾ തുറന്നു, ഒപ്പം തന്നെ കരയാൻ തുടങ്ങി. കൂടാതെ അല്പനേരം മുൻപ്, അതായത് 1 മണിക്കൂർ മുൻപ് കുട്ടി പാല് കുടിച്ചു, ഒപ്പം തന്നെ കുട്ടിക്ക് വെള്ളവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല കുട്ടിക്ക് പനിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. കൂടാതെ പൾസ് വലിയ രീതിയിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. മാത്രമല്ല ഹൃദയമിടിപ്പ് സാധാരണഗതിയിലേക്കായിരിക്കുന്നു. അതായത് കുട്ടി ഈ ഒരു അവസ്ഥ 24 മണിക്കൂറും കൂടി തുടരുകയാണെങ്കിൽ കുട്ടിയെ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ആ 24 മണിക്കൂറിന് വേണ്ടിയാണ് കേരളം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി നേരിടേണ്ടി വന്ന വലിയ ക്രൂരതയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ഛൻ നിരന്തരമായി കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു. അന്ന് മർദ്ദനമേറ്റ ഒടുവിലത്തെ ദിവസം കൂടി കുട്ടിക്ക് 2 തവണയാണ് കുട്ടിയുടെ തലയ്ക്കടിച്ചത്. ഒപ്പം തന്നെ രക്തം കട്ടകെട്ടി ഇരുന്നു. അത് മാറ്റുന്നതിനും ഒപ്പം തന്നെ നീർക്കെട്ട് ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള ശസ്ത്രക്രിയയാണ് ഇന്നലെ നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടി അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു മിറാക്കിൾ പോലെ കുട്ടി 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണുകൾ തുറന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ പനിയൊന്നുമില്ല, സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ സന്തോഷകരമായ ഒരു വാർത്ത കേരളം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയകുമാർ. ശരി സഹിൻ, നാളെയും നമുക്ക് ഈ വാർത്ത ഇതേ നിലയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ആ കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ അടുത്ത 24 മണിക്കൂർ നിർണായകമാണ്. അതിലും പുരോഗതി ഉണ്ടാകട്ടെ, വേഗത്തിൽ അത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാം. നിയമം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ. ഈ ക്രൂരത ചെയ്ത ആ പ്രതിക്ക്, അയാൾ അച്ഛനാണ് ആ കുട്ടിയുടെ, അയാൾക്ക് നിയമം അയാളെ നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യട്ടെ. നമുക്ക് അത് പ്രതീക്ഷിക്കാം. ഈ ശുഭകരമായ വാർത്തയിൽ നിന്നും നമുക്ക് ന്യൂസ് ട്രാക്കിന് ഇനി പോകേണ്ടുന്നത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന, സങ്കടത്തിലാക്കുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. ഇന്ന് സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. 22ആയി നമ്മളുടെ കേരളത്തിലെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം. ഇപ്പോൾ അത് രോഗബാധ കൂടെ സങ്കീർണമാവുന്ന ഘട്ടത്തിലാണ് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. ഇത് കൊല്ലത്താണ്. മയ്യനാട് സ്വദേശി വസന്തകുമാർ ആണ് മരിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നതാണ്. കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്ന് അദ്ദേഹം ചികിത്സ തേടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം ഉണ്ടായത്. അദ്ദേഹം കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു.
ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ സലീം മാലിക് നൽകും കൊല്ലത്ത് നിന്ന്. സലീം, എന്താണ് ആശുപത്രി അധികൃതർ, DMO, ജില്ലാ കളക്ടറൊക്കെ പറയുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്രത്തോളം സങ്കീർണമായിരുന്നോ നേരത്തെ തന്നെ? വിജയകുമാർ, ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ആദ്യഘട്ടത്തിൽ തന്നെ ഗുരുതരമായി തുടരുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ആശുപത്രി അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇദ്ദേഹം 8-ാം തീയതി ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ച് 10-ാം തീയതി നാട്ടിലെത്തിയ ആളാണ്. ഡൽഹിയിൽ ഇദ്ദേഹം നിസാമുദ്ദീനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ട്രെയിനിൽ നാട്ടിലെത്തിയ ശേഷവും ഗൃഹനിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു. അതിനിടെ 15-ാം തീയതിയോടുകൂടി കടുത്ത പനിയും ചുമയും ഉൾപ്പെടെയുള്ളവ, ഛർദിയും ഉൾപ്പെടെയുള്ളവ ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം സ്രവ പരിശോധനയ്ക്കായി നൽകി. സ്രവ പരിശോധനയ്ക്ക് ശേഷം 17-ാം തീയതി ഇദ്ദേഹത്തിന് രോഗബാധയുണ്ടായ ശേഷം ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ ICUവിൽ പ്രവേശിപ്പിച്ചു. ജീവൻ നിലനിർത്താനുള്ള ജീവൻ രക്ഷാ മരുന്ന് കൊച്ചിയിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതും വലിയ ഒരു ശ്രമകരമായ ദൗത്യം ജില്ലാ ഭരണകൂടം ഇടപെട്ട് DMO ജില്ലാ ഭരണകൂടത്തെ ജില്ലാ കളക്ടറെ അറിയിച്ച് പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസുകാരാണ് കൊച്ചിയിൽ നിന്നും ഇദ്ദേഹത്തിനായുള്ള ആവശ്യമായുള്ള ജീവൻ രക്ഷാ മരുന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അത് വെറും 2 മണിക്കൂറുകൾ കൊണ്ട് ഇദ്ദേഹത്തിന് ആ മരുന്ന് എത്തിച്ചു നൽകി. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതി ഉണ്ടായിരുന്നു, ആശാവഹമായ പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും ആരോഗ്യനില വഷളായി. ഇദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഹൃദയാഘാതമുണ്ടായി. ഇന്ന് രാവിലെ 9:55 ഇദ്ദേഹത്തിന്റെ മരണവും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നിലയിൽ ഇദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പരമാവധി ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അതിന് സാധിച്ചില്ല. ഒടുവിൽ ഇദ്ദേഹം ഇന്ന് രാവിലെ 9:55 ഇദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് ആശുപത്രി അധികൃതർക്ക് പുറത്തുവിടേണ്ടി വന്നത്. ആ നിലയിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ പരമാവധി ശ്രമം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. എങ്കിലും കടുത്ത ന്യൂമോണിയ ബാധ കൂടി ഉണ്ടായിരുന്നു. അത് കോവിഡ് ബാധയെ തുടർന്നാണ് ഈ ന്യൂമോണിയ ബാധിച്ചത് എന്നാണ് DMO നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു സങ്കടകരമായ വാർത്തയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയിക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ശരി സലീം, നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ തേടാം. ഔദ്യോഗിക പ്രതികരണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആരോഗ്യമന്ത്രിയൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ കോവിഡ് നിയന്ത്രണങ്ങൾ കുറെ കൂടി ശക്തമാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമൂഹ വ്യാപന ആശങ്കയൊക്കെ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ്, ഒരു നഗരമാണ് തിരുവനന്തപുരം. ഉറവിടമറിയാത്ത കേസുകൾ കൂടുന്നു എന്നതാണ് തിരുവനന്തപുരത്തെ വലിയ ആശങ്ക. ഇന്ന് കുറെ കൂടി കടുത്ത നിയന്ത്രണങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോർപ്പറേഷനാണ് ആ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. പാളയം, ചാല തുടങ്ങിയ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ വരുന്നത്. അലക്സ് റാം മുഹമ്മദ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകും. അലക്സ്, എത്രത്തോളം കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് തലസ്ഥാന നഗരം നീങ്ങാൻ പോകുന്നത്? വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങൾക്കൊക്കെ കൂടുതൽ കടുത്ത മാർഗനിർദ്ദേശങ്ങൾ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ, ഇന്നലെ തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ MLA-മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിൽ കടകളിലും അതുപോലെ തന്നെ ചന്തകളിലും മാർക്കറ്റുകളിലുമെല്ലാം കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്ന തീരുമാനവും എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് നഗരസഭാ മേയർ K. ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ തന്നെ ഈ വ്യാപാരി വ്യവസായികളുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയിലാണ് കർശന നിയന്ത്രണത്തിലേക്ക് പോകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറന്നാൽ മതി എന്നാണ് തീരുമാനം. മാത്രമല്ല, കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നും മേയർ K. ശ്രീകുമാർ പറയുന്നു. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. നഗരം പൂർണ്ണമായി നിലവിൽ തൽക്കാലം അടച്ചിടില്ല എന്നും ശ്രീകുമാർ പറയുന്നുണ്ട്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഈ രോഗ ഉറവിടം അറിയാത്ത സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നതാണ് ആശങ്കയ്ക്ക് വക നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നത്. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളുണ്ട്. ആ സോണുകളിൽ നിയന്ത്രണം തുടരുന്നുമുണ്ട്. ആ സോണുകളിൽ ഈ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും മെഡിക്കൽ ഷോപ്പുകൾക്കുമാണ് തുറക്കാനുള്ള അനുമതിയുള്ളത്. മറ്റു നിയന്ത്രണങ്ങൾ അവിടെ തുടരുന്നുണ്ട്. ഈ നിയന്ത്രണങ്ങൾ മറ്റു കടകളിലേക്ക് കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്ത് 10 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളുള്ളത്. തിങ്കൾ, ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ പച്ചക്കറി കടകൾ തുറക്കാം. തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ മാളുകളിലെ സൂപ്പർ മാർക്കറ്റുകളും തുറന്നു പ്രവർത്തിക്കും. മാളുകൾക്കും മറ്റു കടകൾക്കും തുറന്നു പ്രവർത്തിക്കുന്നതിനാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അനുമതി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാംസക്കടകൾക്കും ഒന്നിടവിട്ട് തുറക്കാനാണ് അനുമതി ഉണ്ടായിരിക്കുന്നത്. ആൾക്കൂട്ടം ഉണ്ടാകുന്നതിന് മാർക്കറ്റുകളിലും മാളുകളിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. പാളയം, ചാല മാർക്കറ്റുകളിൽ ഇതിന്റെ കവാടങ്ങളിലെ പരിശോധന കർശനമാക്കും. സൂപ്പർ മാർക്കറ്റുകളിൽ ഹോം ഡെലിവറി ശക്തിപ്പെടുത്താനുള്ള തീരുമാനമുണ്ട്. മാളുകളിലെ അടക്കമുള്ള
സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് ശക്തിപ്പെടുത്തുമെന്ന് മേയർ ശ്രീകുമാർ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല. നഗരം പൂർണ്ണമായ ഒരു അടച്ചിടലിലേക്ക് നീങ്ങുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 10 ദിവസത്തേക്കാണ് ഇത് സംബന്ധിച്ച് നിയന്ത്രണം നൽകിയിട്ടുള്ളത്. 10 ദിവസത്തിന് ശേഷം വീണ്ടും യോഗം ചേർന്ന് തന്നെ പുനഃപരിശോധിക്കും. ഈ തീരുമാനം വീണ്ടും പുതുക്കേണ്ടതുണ്ടോ, കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും ആലോചിക്കും. വിജയകുമാർ. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് അടുത്ത 10 ദിവസത്തേക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ വരുന്നൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ ഉച്ചകോടിയിൽ സംസാരിക്കുകയാണ്. റഷ്യ, ഇന്ത്യ, ചൈന ഉച്ചകോടിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ. The political circumstances of that era did not give India due recognition. This historical injustice has stood uncorrected over the last 75 years, even as the world has changed. Therefore, on this momentous occasion, it is important for the world to realize both the contribution that India made and the need to rectify the past. But beyond history, international affairs must also come to terms with contemporary reality. The United Nations began with 50 members. Today it has 193. Surely its decision making cannot continue to be in denial of this fact. We, the RIC countries, have been active participants in shaping the global agenda. It is India's hope that we will also now converge on the value of reformed multilateralism. Excellencies, this special meeting reiterates our belief in the time-tested principles of international relations. But the challenge today is not just one of concepts and norms, but equally of their practice. The leading voices of the world must be exemplars in every way, respecting international law, recognizing the legitimate interests of partners, supporting multilateralism, and promoting common good are the only way to build a durable world order. I thank Russia for convening this meeting, and I look forward to our further discussions. ഇന്ത്യ, ചൈന, റഷ്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം ഇന്ത്യയുടെ സംഭാവനകൾ അംഗീകരിക്കുന്നു, അത് മനസ്സിലാക്കുന്നു എന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനയുടെ കടന്നുകയറ്റം സംബന്ധിച്ച് നയതന്ത്ര വഴിയിലൂടെ ഇന്ത്യ പ്രശ്നം ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഈ ഘട്ടത്തിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. അതുകൊണ്ട് അതിന് അന്തർദേശീയ മാനങ്ങളുണ്ട്. ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. ചൈനയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഈ വാർത്തയോടെ. ആർക്കെ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ് ഈ റഷ്യയിൽ നടക്കുന്ന ഈ ഉച്ചകോടി, അനുബന്ധമായി അതിർത്തിയിൽ നടക്കുന്ന സൈനിക തല ചർച്ചകളൊക്കെ. ഇപ്പോൾ ഈ ഉച്ചകോടിയിൽ ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കാനാണ് തയ്യാറെടുക്കുന്നത്? അതിൻ്റെ സൂചനകൾ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ ഇന്ത്യയുടെ അതിർത്തി, അല്ലെങ്കിൽ ചൈന സ്വീകരിക്കുന്ന നിലപാടിലെ അതിർത്തി ഇന്ത്യ സൂചിപ്പിക്കും എന്ന് തന്നെയാണ്. ഇതിലേറ്റവും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. റഷ്യ അനൌദ്യോഗിക ചർച്ചകൾക്ക് മുതിരുന്ന സമയത്ത് ഈ റിക്ക് സ്ഥാപിച്ച ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ലക്ഷ്യം, ആ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനനുബന്ധമായിട്ടുള്ള ഒരു നിലപാട് ഇന്ത്യ റിക്ക് സമിതിയിൽ സ്വീകരിക്കും. കാരണം ഇങ്ങനെ ഒരു സമിതി അതിൻ്റെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന സൂചനയാണ് ഇന്ത്യ നൽകുന്നത്. വിജയൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് വന്നതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ സൈനികതല ചർച്ചയിൽ അവരുടെ കമാൻഡർ ഉൾപ്പെടെയുള്ള
സൈനികർ കൊല്ലപ്പെട്ടു എന്നത് അവർ സ്ഥിരീകരിച്ചിരുന്നു. ഇതിനനുബന്ധമായി ഇപ്പോൾ ചൈനീസ് വിദേശമന്ത്രി പറയുന്നത് ഈ മാധ്യമങ്ങളെ തിരുത്തിക്കൊണ്ട് പറയുന്നത് അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകൾ വ്യാജ വാർത്തയായിരുന്നു, തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ റിക് ഉച്ചകോടിയിൽ നടക്കുന്നത്. അതിൽ നേരത്തെ റഷ്യ മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുടെ ചർച്ച ഇവിടെ തൽക്കാലം വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. കാരണം ഇങ്ങനെയൊരു സമിതിയിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് തന്നെ റഷ്യയുടെ നിർബന്ധം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ ഈ ചർച്ചയിൽ ഈ ഒരു ഘട്ടത്തിൽ പങ്കെടുക്കാൻ തയ്യാറായതിന്റെ കാര്യം വിവരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട് എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. വിജയൻ. ശരി, ആർക്കെ നമുക്ക് ഈ വാർത്ത സസൂക്ഷ്മം പിന്തുടരാം. കാരണം ഇതിൽ നിർണായകമായ ചില നീക്കങ്ങൾക്ക്, ചില നയതന്ത്ര ഇടപെടലുകൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് ആർക്കെ ഈ വാർത്തയെ പിന്തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്യാം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതാണ്. ചൈന അവരുടെ ഭാഗത്ത് ആൾനാശമുണ്ടായി എന്ന മാധ്യമ വാർത്തകൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. അവരുടെ സേനാ കമാൻഡർ അടക്കമുള്ളവർ ഗാൽവൻ വാലിയിലെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അക്കാര്യം പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ ചൈന അത് നിഷേധിക്കുകയാണ്. അവരുടെ ഭാഗത്ത് ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് ചൈന പറയുന്നത്. ഇന്ത്യ ഈ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിനെതിരെ ഇടയിൽ അവരുടെ ഭാഗത്തുണ്ടായ ആൾനാശത്തിന്റെ വിശദാംശങ്ങൾ നേരത്തെ ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നതായിരുന്നു വിവരം. എന്തായാലും ചൈന അത് നിരാകരിക്കുകയാണ്. മറ്റൊന്ന്, അതിർത്തി സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യയുടെയും ചൈനയുടെയും കോർ കമാൻഡർമാർ തമ്മിലുള്ള യോഗത്തിൽ ധാരണയായി എന്നതാണ് ഒരു തരത്തിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രാക്ക് പരിശോധിക്കുന്നത് പ്രവാസികളുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ കേന്ദ്രം നിരാകരിച്ചു എന്ന വാർത്തയാണ്. മടങ്ങി വരുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം, അത് വന്ദേ ഭാരത് ദൗത്യത്തിലടക്കം നിർബന്ധമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് പ്രായോഗികമല്ല എന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുകയാണ്. ഈ ട്രൂനാറ്റ് പരിശോധന പല ഗൾഫ് രാജ്യങ്ങൾക്കും സ്വീകാര്യമല്ല, അവരതിന് തയ്യാറാകുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് കേരളത്തെ. അതുകൊണ്ട് ഈ നിർദ്ദേശം നടപ്പാക്കാൻ കഴിയില്ല എന്നതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ സംസ്ഥാനം ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നതടക്കം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ബി ദിലീപ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ദിലീപ്, എന്താണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണങ്ങൾ, അവരുടെ വാദങ്ങൾ എന്താണ്? സംസ്ഥാനം ഇതിനോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഔദ്യോഗികമായി? വിജയകുമാർ, ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവർക്ക് ട്രൂനാറ്റ് ടെസ്റ്റ് നിർബന്ധമാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ട്രൂനാറ്റ് ടെസ്റ്റ് നടത്തുക എന്നത് അപ്രായോഗികമാണെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിൽ കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കുവൈറ്റ്, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രൂനാറ്റ് ടെസ്റ്റ് അംഗീകരിച്ചിട്ടില്ല എന്ന് ഈ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ട്രൂനാറ്റ് ടെസ്റ്റിന് ആവശ്യമായ കിറ്റുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേരളം എത്തിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ ഈ ടെസ്റ്റിന് തന്നെ അവിടെ സാധുതയില്ലാത്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും സംസ്ഥാനം സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നത് നിർണായകമാണ്. UAE-യിൽ ഇപ്പോൾ തന്നെ വിമാനം കയറും മുമ്പ് തന്നെ രോഗബാധിതരാണോ എന്ന പരിശോധന അവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള നിബന്ധന കർശനമാക്കിയിട്ടില്ല. കുവൈറ്റിലാകട്ടെ, കുവൈറ്റിൽ 2 വിമാന കമ്പനികൾ ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സൗകര്യം വേണമെങ്കിൽ വ്യാപകമാക്കാമെന്നാണ് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അറിയിച്ചിട്ടുള്ളത്. അതിന് വിമാന കമ്പനികൾ കൂടി സന്നദ്ധരാകേണ്ടതുണ്ട്. കുവൈറ്റും അതിനോട് യോജിക്കുന്നുണ്ട്. ഏതായാലും കേരളം മുന്നോട്ട് വെച്ച ഈ ട്രൂനാറ്റ് ടെസ്റ്റ് എന്ന ആദ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നത് RT-PCR ടെസ്റ്റ് ആയിരുന്നു. ഏറ്റവും കൃത്യമായി രോഗനിർണയം നടത്തുന്ന ടെസ്റ്റാണിത്. പക്ഷേ അതിന് ഭാരിച്ച ചെലവും അതോടൊപ്പം തന്നെ വേണ്ടത്ര സൗകര്യങ്ങളും ഈ പരിശോധനാ സൗകര്യങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രവാസികൾ ഇതിനെ ശക്തമായി എതിർത്തത്. പിന്നീട് ആൻറ്റിബോഡി ടെസ്റ്റ് മതിയെന്നായി, അതും പ്രവാസികൾ ശക്തമായി എതിർത്തതോടുകൂടിയാണ് ട്രൂനാറ്റ് ടെസ്റ്റ് വേഗത്തിൽ റിസൾട്ട് ലഭ്യമാക്കുന്ന ടെസ്റ്റാണ്, ചെലവും കുറവാണ്. പക്ഷേ ഈ ട്രൂനാറ്റ് ടെസ്റ്റിന് ഈ രാജ്യങ്ങളിൽ അംഗീകാരമില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ രോഗികളെയും രോഗികളല്ലാത്തവരും ഒരു വിമാനത്തിൽ വരുന്നതിനെയും കേരളം എതിർത്തിരുന്നു. ഇത് സംസ്ഥാനത്ത് രോഗവ്യാപനത്തിന് വഴിയൊരുക്കുമെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. രോഗികളെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരണം എന്ന നിർദ്ദേശമാണ് കേരളം മുന്നോട്ട് വച്ചിരുന്നത്. ഇതും അപ്രായോഗികമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിജയൻ.
ദിലീപ്, ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, അത് കേന്ദ്ര സർക്കാർ നിരാകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി സംസ്ഥാനം എന്ത് ചെയ്യും? എന്തായിരിക്കും തുടർ നടപടി? ഏതെങ്കിലും വിവരങ്ങൾ അക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ടോ? വിജയകുമാർ, ഇനി സംസ്ഥാനത്തിന് മുന്നിൽ വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വളരെ പരിമിതമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ ഈ നിലവിലുള്ള രീതി തന്നെ തുടരേണ്ടി വരും. നാളെ വരെയാണ് നിലവിലുള്ള രീതി തുടരുന്നതിന് നേരത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത്. 24-ന് ശേഷം ചാർട്ടർ ചെയ്ത വിമാനങ്ങളും വന്ദേ ഭാരത് മിഷനിലെ വിമാനങ്ങളിൽ വരുന്നവരും അടക്കം ഈ പരിശോധന നടത്തിയിരിക്കണമെന്നാണ് നേരത്തെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ ഒന്നുകിൽ ഈ നിലവിലുള്ള രീതി തന്നെ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അല്ലെങ്കിൽ ആന്റിബോഡി ടെസ്റ്റ് നടപ്പാക്കുന്നതിന് മറ്റു ഗൾഫ് രാജ്യങ്ങൾ കൂടി സമ്മർദ്ദം ചെലുത്തുന്നതിന് വീണ്ടും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കേണ്ടി വരും. വിജയകുമാർ. ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നത് നമുക്ക് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. നമ്മൾ വളരെ വേഗത്തിൽ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. അത് കോവിഡിന്റെ മറവിൽ സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്ത് നടക്കുന്നു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് 24-ന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. 48 മണിക്കൂറിനിടെ 9 കേസുകളാണ് ഇത്തരത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തത്. 5 കിലോ സ്വർണ്ണമാണ്, ഓർക്കണം, 5 കിലോ സ്വർണ്ണമാണ് 2 ദിവസത്തിനകം ഇങ്ങനെ പിടിച്ചെടുക്കുകയും ചെയ്തത്. ജോലി നഷ്ടപ്പെട്ട യുവാക്കളെ ഫ്ലൈറ്റ് ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് സ്വർണ്ണക്കടത്തുകാർ ഉപയോഗിക്കുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി. ഇതാണ് കസ്റ്റംസിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതുപോലെ കോവിഡ് കാലത്ത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് കേരളത്തിൽ എന്നാണ് ഈ കണക്ക് പറയുന്നത്. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനീഷ് രാജനാണ് ഇക്കാര്യങ്ങൾ 24-നോട് പറഞ്ഞത്. നമുക്ക് ഡെപ്യൂട്ടി കമ്മീഷണറുടെ വാക്കുകൾ കേൾക്കാം ആദ്യം. ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇപ്പോൾ എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടും മാസ്ക് ഇട്ടിട്ടാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനെ എല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ള കോ പാസഞ്ചേഴ്സിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. പരമാവധി നടത്താൻ പറ്റാവുന്ന എല്ലാ ശിക്ഷാ നടപടികളും ഇതിൽ നടത്തുന്നതായിരിക്കും. ഇമ്മീഡിയറ്റ് പ്രോസിക്യൂഷനൊക്കെ ആലോചിക്കണമെന്ന് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 കിലോയോളം 2 ആഴ്ച കൊണ്ട് 9 കേസുകൾ എന്ന് പറയുന്നത് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കേരളത്തിനാണ് ഇത്രയും കേസുകൾ ഗോൾഡ് കടത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് വന്ദേ ഭാരത് മിഷനിലും അതുപോലെ തന്നെ ഈ പ്രത്യേക ഫ്ലൈറ്റുകളിലും. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കസ്റ്റംസിനെ സംബന്ധിച്ച് 2 തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, ഈ പരിശോധന നടത്താൻ കഴിയുന്ന അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികൾ നേരിട്ട് പരിശോധന നടത്താൻ എന്തൊക്കെ മാർഗങ്ങളാണ് കസ്റ്റംസ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഈ സ്വർണ്ണക്കടത്ത് തുടരുമെന്ന് തന്നെയാണോ കസ്റ്റംസിന് ലഭിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്? വിജയൻ, ഈ മലദ്വാരത്തിൽ ഉൾപ്പെടെയാണ് ഈ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരുന്നത്. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം മുൻപായിരുന്നെങ്കിൽ അത് പരിശോധനയിലൂടെ പുറത്തെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിൽ നിന്നും വരുന്നവരായതിനാൽ തന്നെ അത്തരമൊരു പരിശോധന ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്. കാരണം അവരുടെ ജീവൻ പണയം വെച്ചാണ് അവർ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത്. ഒരു പക്ഷേ ഈ വരുന്നവർക്ക് ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയാൽ ആ ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥൻ ഇടപഴകിയ മറ്റുദ്യോഗസ്ഥരും പൂർണ്ണമായും ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും. ഇത് അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരമാണ് സ്വർണ്ണക്കടത്ത് മാഫിയ മുതലെടുക്കുന്നത്. വിദേശത്ത് ജോലിയില്ലാതായി പോയ ചെറുപ്പക്കാരെ ആദ്യം സമീപിക്കുന്നു, അവർക്ക് ടിക്കറ്റ് എടുത്ത് നൽകുന്നു, അതിനുശേഷം സാധനം സുരക്ഷിതമായി സംസ്ഥാനത്ത് എത്തിച്ചാൽ അതിന് പണവും കൈമാറുന്നു. ഇതാണ് പ്രവർത്തന രീതി. പക്ഷേ കസ്റ്റംസ് പറയുന്നത് ഒരു തരത്തിലും പിന്മാറാൻ സാധിക്കില്ല. തങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇനിയും ധാരാളം സ്വർണ്ണക്കടത്ത് കേസുകൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ദൗത്യം അതും സ്ക്രീനിങ്ങിന് ഇതിനോടകം തന്നെ വിധേയമാക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. 48 മണിക്കൂറിന് ഇടെ 9 കേസുകളും 5 കിലോ സ്വർണവും പിടികൂടി. ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വേട്ടയാണ് എന്നുള്ളതാണ് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനീഷ് രാജൻ നമ്മോട് പറഞ്ഞത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പിന്മാറാൻ സാധിക്കില്ല. ജീവൻ പണയം വെച്ചായാലും ഇത്തരം നടപടികളുമായി, ഈ പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്.
ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും കസ്റ്റംസിന്? കാരണം ഈ പരിശോധനകളുടെ ഈ പ്രായോഗിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഇന്റലിജൻസ് സംവിധാനം ഒരുക്കുക എന്നതായിരിക്കില്ലേ പ്രായോഗികമായി ചെയ്യാൻ കഴിയുക? ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ജോലി നഷ്ടപ്പെട്ട യുവാക്കളെയൊക്കെ ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് ഇതിൽ വലയിൽപ്പെടുത്തി ഈ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നീക്കം ഏത് തരത്തിൽ അവിടുന്ന് തന്നെ തടയാൻ കഴിയും? ആ നിലയ്ക്കുള്ള പരിശോധന കസ്റ്റംസ് നടത്തുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും നീക്കങ്ങൾ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? നിലവിൽ വിദേശത്ത് നിന്നും ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഒരു പരിശോധനയുണ്ട്. അത് കോവിഡ് പരിശോധന, പ്രധാനമായും കോവിഡ് പരിശോധന മാത്രമാണ്. മറ്റു പരിശോധനകൾ പൊതുവെ കുറവാണ്. കാരണം ഈ കോവിഡ് ആണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ വരുന്ന ആളുകളിൽ ഭൂരിഭാഗവും കോവിഡ് ബാധിതരായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇവർക്ക് പല ആളുകളും ഇവിടെ വന്നതിന് ശേഷം പോസിറ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൂടുതൽ PPE കിറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഇവരുടെ സമീപത്തെത്തി തന്നെ ഇവരെ പരിശോധിക്കുന്നതിനുള്ള ശ്രമം ഇനി നടത്തും. മാത്രമല്ല കുറച്ചുകൂടി സാങ്കേതിക സംവിധാനം ഇതിനായി ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. ഇതും ഇവരെ കസ്റ്റംസിനെ അലട്ടുന്നുണ്ട്. പക്ഷേ സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്തോടെ അത് മറികടക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. ശരി ശ്രീകാന്ത്, നമുക്ക് അടുത്ത ദിവസങ്ങളിലും എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ നടക്കുന്നതെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കാം. നമുക്ക് ഇപ്പോൾ ന്യൂസ് ആഫ്റ്റർനൂണിന്റെ സമയമായി. ഇനിയുള്ള അടുത്ത മണിക്കൂറുകളിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന വലിയ വാർത്ത സ്വാഭാവികമായും ഇന്ത്യ ചൈന ചർച്ചകൾ സംബന്ധിച്ച് തന്നെയായിരിക്കും. ഉച്ചകോടിയിൽ എന്ത് നടക്കുന്നു എന്നതാണ് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് വിലയിരുത്തേണ്ടത്. ജോൺ ഇപ്പോൾ ന്യൂസ് ആഫ്റ്റർനൂണുമായി തയ്യാറായിട്ടുണ്ട്.